നെഹ്റു യൂത്ത് സെന്ററും ദൃശ്യ ഫൈനാൻസും വെഞ്ഞാറമൂട്ടിൽ സംഘടിപ്പിക്കുന്ന 17ാമത് നാടകോത്സവമാണ്. വെഞ്ഞാറമൂടിന്റെ ഈ തട്ടകത്തിൽ ആദ്യ നാടകോത്സവത്തിന് 2007 യവനിക ഉയർന്നപ്പോൾ ആ വേദിയിൽ ശ്രീനേട്ടനോടും മറ്റ് മഹത് വ്യക്തികളോടും ഒപ്പം ഉണ്ടാകാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഇന്നും ഇവിടെ നാടകോത്സവത്തിന്റെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ എന്നെ ആരോ വാടയുടെ പൂവാടെ വെഞ്ഞാറമൂട്ടിൽ പോവാം എന്ന് തോണ്ടി വിളിക്കുന്ന ഒരു ഫീലാണ്. അത് ലോകത്ത് എവിടെയാണെങ്കിലും എനിക്ക് ആ ഒരു ഉൾവിളി കിട്ടും. സംഭവം നിങ്ങൾക്കറിയാം, ഒരു പരിപാടി ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേജ് ഇവിടുന്ന് കിട്ടിയ മൈക്കിലാണ് സുരാജ് എന്ന ഞാൻ സുരാജ് വെഞ്ഞാറമൂടായി മാറിയത്. ഒരു സ്റ്റേജ് കിട്ടാൻ കൊതിച്ച കാലത്ത് വാട എന്ന് പറഞ്ഞ് മൈക്ക് കയ്യിൽ വെച്ച് തന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ശബ്ദത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പരുക്കനാണെങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിരുന്ന ആ തടിച്ച മനുഷ്യൻ നമ്മുടെ സ്വന്തം അബുവാക്ക. അതുപോലെ ഈ നാടും ഇവിടുത്തെ നല്ല മനുഷ്യരും വാട എന്ന് വിളിച്ചേൽപ്പിച്ച ചേർത്ത് പിടിച്ചു തന്ന സ്റ്റേജുകളും അവസരങ്ങളും തന്നെയാണ് ഞാനിവിടെ അഭിമാനത്തോടെ ഇന്നിവിടെ നിൽക്കാനും കാരണം. ഞാനിപ്പോ കുറച്ച് സിനിമകൾ തമിഴിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിയാൻ വിക്രമിന്റെ കൂടെ ധീര വീര ശൂര എന്ന സിനിമ അഭിനയിച്ചതിന് ശേഷം അതിന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തമിഴകത്തിന്റെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ നമ്മുടെ രജനി സാറിനോടൊപ്പം ജയിലർ 2 അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ്. പടം ഇറങ്ങിയിട്ടില്ല, അത് വരാനിരിക്കുന്നുള്ളൂ. അതൊക്കെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും പോയി കാണും എന്ന് എനിക്കറിയാം, കാണണം. അത് കഴിഞ്ഞ് ധനുഷിനോടൊപ്പം ഇപ്പോൾ ഒരു പുതിയ സിനിമ, അതിന്റെ ഷൂട്ടിംഗ് രാമേശ്വരത്തിനടുത്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് സെറ്റിൽ ഒരു പയ്യൻ ഒരു മാഗസിനുമായിട്ട് വരികയാണ്. വെഞ്ഞാറമൂടിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ എന്നും പറയുന്നത് കലാപങ്ങൾ ഇല്ലാത്ത നാട് എന്നാണ്. ഇവിടം കലകളുടെ നാടാണ്. കലകളെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് കലാപങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാതി, മതം, രാഷ്ട്രീയം, രാജ്യം ഒന്നും നോക്കാതെ തന്നെ കലാകാരന്മാരുടെ ഒരു ശബ്ദമായിട്ട് ലോകത്ത് നിൽക്കാൻ വെഞ്ഞാറമൂടിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രത്യേകത കൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ ആദരവോടെ ക്ഷണിക്കുമ്പോൾ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക അടക്കം എല്ലാവരും ഈ വേദിയിലേക്ക് വരാൻ തയ്യാറാകുന്നത്. അതിഥികളായി വരുന്ന കലാകാരന്മാരോട് വെഞ്ഞാറമൂടെന്ന ഗ്രാമം കാട്ടുന്ന ആദരവാണ് അവരുടെ സ്നേഹമായിട്ട് തിരിച്ചും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെഞ്ഞാറമൂടിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ജെൻസി ഗേൾസിനൊക്കെ അറിയാനായിട്ട് ഞാൻ 1-2 വാക്ക് പറയാൻ. ഞാനും പഠിച്ചതാണ്. 1956 കേരളം എന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ പിറവി ആഘോഷിക്കാൻ നാടൊട്ടക്കും ഘോഷയാത്രകൾ നടന്നപ്പോൾ വെഞ്ഞാറമൂട്ടിലെ ചന്തമൈതാനത്ത് നാടകമേള സംഘടിപ്പിച്ച ഒരു നാടാണ് നമ്മുടെ. 1/2 നൂറ്റാണ്ട് മുന്നേ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലാണ് ഏഷ്യയിലെ കുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സ്ഥിരം നാടകക്കളരി നമുക്കറിയാം രംഗപ്രഭ ആരംഭിച്ചത്. പ്രൊഫഷണൽ നാടകരംഗത്തും വെഞ്ഞാറമൂട് മോശമായിട്ടില്ല. പ്രശസ്തമായ വെഞ്ഞാറമൂട് സംഘചേതനയും സൗവർണികയും അടക്കം ഒട്ടേറെ നാടക സംഘങ്ങൾ നമ്മുടെ ഈ വെഞ്ഞാറമൂട്ടിൽ രൂപം കൊണ്ടിട്ടുണ്ട്. സൗവർണികയുടെ അമരക്കാരനായി നമ്മളും അന്യനാട്ടിലെ നാടകാസ്വാദകർക്ക് ബഹുമാനത്തോടെ എന്നും കേട്ടിരുന്ന ഒരാൾ നല്ല നാടകങ്ങൾ ഒരുക്കി നാടിന്റെ യശസ് ഉയർത്തി. വെഞ്ഞാറമൂടെന്ന് പറഞ്ഞാൽ സൗവർണികയുടെ നാടല്ലേ എന്ന് കേരളം ആകെ അറിഞ്ഞു തുടങ്ങി. ആ നാടകകലയുടെ വെഞ്ഞാറമൂട്ടിലെ അമരക്കാരൻ ഇന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മകളിൽ അമരനായിട്ട് നിൽക്കുകയാണ് അഡ്വക്കേറ്റ് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ സാറ്. ആ ഓർമ്മകളിൽ വർഷാവർഷം വെഞ്ഞാറമൂട്ടിൽ ഈ നാടക മത്സരം നടക്കുമ്പോൾ നാടകത്തെയും ഈ നാടിനെയും രാമചന്ദ്രൻ സാറിനെയും സ്നേഹിച്ച ആർക്കും ഈ പ്രദേശത്തില്ലെങ്കിൽ ഇവിടെ വരാൻ കഴിയില്ല. അതാണ് വെഞ്ഞാറമൂടിന്റെ സംസ്കാരം. കലകളിൽ അടിയുറപ്പിച്ചതാണ് നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യം. വെഞ്ഞാറമൂട്ടിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ എവിടെയാണെന്ന് കുറച്ചു പേർക്കൊക്കെ അറിയാം. ആറ്റിങ്ങൽ റോഡിലായിരുന്നു. ആനന്ദ ടാക്കീസ് എന്നായിരുന്നു അതിന്റെ പേര്. അത് തുടങ്ങിയ ആനന്ദൻ, സതീശൻ, ശശാങ്കൻ എന്നീ 3 സഹോദരങ്ങളാണ് തുടങ്ങിയത്. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ സിനിമാ നടന്മാരും അവർ തന്നെയാണ്. സൗവർണികയുടെ 50 എന്ന നാടകത്തിലൂടെയാണ് കാവറ ശശാങ്കൻ അഭിനയവേദിയിൽ ആദ്യമായിട്ട് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നമ്മുടെ നാട്ടിൽ നാടകം കളിക്കാൻ വന്ന പലരും പിന്നീട് പ്രശസ്തരായ സിനിമാ നടന്മാരായിട്ടുണ്ട്. സായികുമാർ ചേട്ടനും അന്തരിച്ച പ്രിയങ്കരനായ നടൻ ഋഷഭ് ചേട്ടനും ഒക്കെ പണ്ട് വെഞ്ഞാറമൂടുകാർക്ക് നമ്മുടെ നാട്ടിന്റെ സ്വന്തം ഭാഗം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. സൗവർണികയുടെ തേവാരം എന്ന നാടകം എഴുതിക്കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് 5 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊണ്ടുവന്നത് നമ്മുടെ അശോകേട്ടനും ശശിയേട്ടനുമാണ്. സിനിമയിലെ സിദ്ദിഖ് ലാലിനെ പോലെ എഴുതിയ നാടകങ്ങളെല്ലാം ഹിറ്റോട് ഹിറ്റ്. തേവാരം മുതൽ ഇങ്ങോട്ട് ഇതുവരെ കലയും കാമ്പുമുള്ള നാടകങ്ങൾ ഒരുക്കി 26 കൊല്ലം പൂർത്തീകരിച്ച അവരും സിനിമകളും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട എന്റെ വെഞ്ഞാറമൂടുകാരെ, നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങളായി എത്താനും ഈ രംഗത്ത് നിലനിൽക്കാനും എനിക്ക് സാധിക്കുന്നത് എന്ന കാര്യം ഞാൻ സസ്നേഹം ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കലാരംഗത്തേക്ക്, മിമിക്രി എന്ന കലാരംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനമായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സജീവിയും അദ്ദേഹത്തിനോട് ഒപ്പമുള്ള സുഹൃത്തുക്കളൊക്കെയാണ്. എല്ലാവരെയും ഇപ്പോൾ ഓർക്കുന്നു. വിലപ്പെട്ട ഈ സായാഹ്നം ചിരിയും സന്തോഷവും കൊണ്ട് നിറയ്ക്കാൻ ഈ വേദിയിൽ ശ്രമിക്കുന്ന എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. 1975 മഹാനായ കലാകാരൻ ശ്രീ പ്രേം നസീർ സാർ ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ഈ സംഘടനയുടെ സുവർണ ജൂബിലിയിൽ ഉദ്ഘാടകനാകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു, പറഞ്ഞ പോലെ ഒരു നിയോഗമായും ഭാഗ്യമായും ഞാൻ കാണുന്നു. അതിന് അവസരം ഒരുക്കിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് മുരളിച്ചേട്ടനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി.